എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ, ഒരു സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ചുരിദാർ എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്നെയായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ ഫുൾ ഡൗട്ടും എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെ ഫസ്റ്റ് ഇതെങ്ങനെ അളവെടുക്കാൻ നോക്കാം. എന്നതിന് ശേഷം നമുക്ക് കട്ടിങ്ങിലേക്ക് നടക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ചുരിദാർ ഇതേപോലെ കറക്റ്റായിട്ട് നീർത്തിയിട്ട് കേട്ടോ. ഇതിൻ്റെ അളവെടുക്കാനാണ്. എന്നിട്ട് ലെങ്ത്താണ് ഫസ്റ്റ് എടുക്കുന്നത്. 39 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കേട്ടോ. കറക്റ്റ് 39 ഇഞ്ച് ലെങ്ത്ത്. അടുത്തതിൻ്റെ ഷോൾഡറാണ് കേട്ടോ മാർക്ക് എടുക്കേണ്ടത്. ഷോൾഡർ 13 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഷോൾഡർ വരുന്നത്. കറക്റ്റ് 13 ഇഞ്ച് ഷോൾഡർ. ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് 18 ഇഞ്ചാണ് ചെസ്റ്റ് കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ലൂസ് 17, അതായത് മുകളിൽ നിന്ന് 13 ഇഞ്ച് ഇറക്കിയിട്ടാണ് ആ 17 ഇഞ്ച് ലൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ. 17 ഇഞ്ച് ലൂസ്. ഇനി ഇതിൻ്റെ സീറ്റിൻ്റെ അവിടെ നിന്നുള്ള ലൂസ്, അതായത് മുകളിൽ നിന്ന് 20 ഇഞ്ച് ഇറക്കിയിട്ട് ഇതുപോലെ 20 ഇഞ്ച് ഇറക്കിയിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് അവിടുത്തെ ലൂസാണ് 22 ഇഞ്ച് കേട്ടോ. അവിടുത്തെ ലൂസ് ഓക്കെ, 22 ഇഞ്ചാണ് അവിടെ ലൂസ്. ഇനി ഏറ്റവും അടിഭാഗം ബോട്ടൺ 32 ഇഞ്ച് കേട്ടോ. 32 ഇഞ്ചാണ്. ഇനി സൈഡ് ഓപ്പൺ ഇതിനില്ല കേട്ടോ. സൈഡ് ഓപ്പൺ ഇല്ലാത്ത മോഡലാണത്. ഇനി ഇതിൻ്റെ കയ്യാണ് അടുത്തത്. കയ്യിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ് കയ്യിൻ്റെ ലെങ്ത്ത്. കയ്യിൻ്റെ അടിഭാഗത്ത് ലൂസ് 5 ഇഞ്ച്. മുകളിൽ റിഗാളിൻ്റെ ഇവിടെ 7 ഇഞ്ച്. ഓക്കെ, ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് 6.5 ഇഞ്ച്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ക്രോസിൽ മുകൾ ഭാഗത്തുനിന്ന് സെൻറ്റർക്ക് ക്രോസിൽ 6 ഇഞ്ച് കേട്ടോ. ഓക്കെ, 6 ഇഞ്ച്. ഇത് കട്ട് ചെയ്യാൻ പോകണം. ഇത് ലൈനിങ് ആണ്, അത് മാറ്റി വെക്കുക. ഇതാണ് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാൻ പോകേണ്ട പീസ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തൊരു ബോർഡർ ഉണ്ട്. അത് ഈ ടോപ്പിൻ്റെ ഈ ചുരിദാറിൻ്റെ അടിഭാഗത്ത് വരേണ്ട ബോർഡറാണ്. ഇതുപോലെ കറക്റ്റായിട്ട് 2 മടക്കാക്കിയിട്ടാണ് തുണി എടുത്തിട്ടുള്ളത്. ബാക്കും ഫ്രണ്ടും ഒപ്പാണ് വെച്ച് കട്ട് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡിങ് എത്ര അളവിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്തെ ലൂസ് 32 ആണ്. ആ 32ൻ്റെ പകുതി 16 ഇഞ്ച് ഉണ്ട്. ഏറ്റവും അടിഭാഗത്ത് ലൂസ് 32, അതിൻ്റെ പകുതി 16. ആ 16 കൂടി 1 ഇഞ്ചും പാടെ കൂട്ടിയിട്ടാണ് ഈ തുണി ഫോൾഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 32ൻ്റെ പകുതി 16, 16 കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് 17 ഇഞ്ച്. ആ അളവിലാണ് ഈ തുണി ഫസ്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ ഭാഗത്തും ആ അളവ് മാർക്ക് ചെയ്ത് കണ്ട് കറക്റ്റ് ആ അളവിൽ തന്നെ തുണി ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ. അതേപോലെ ഇപ്പോൾ ഈ തുണി 4 മടക്കിലാണ് കിടക്കുന്നത്. അതായത് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഈ അടിഭാഗത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ബോട്ടൺ മടിക്കടിക്കാനുള്ള തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഏറ്റവും അടിഭാഗത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ടോ. ഇനി ഇതിൻ്റെ ചുരിദാറിൻ്റെ ലെങ്ത്ത് 39 ഇഞ്ചാണ് ചുരിദാറിൻ്റെ ലെങ്ത്ത്. ആ 39 ഇഞ്ച് കൂടി ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൂട്ടിയിട്ട് 39 മാർക്ക് ചെയ്യുക കേട്ടോ. 1/2 ഇഞ്ച് കൂടുതൽ കൂട്ടുക, 39 മാർക്ക് ചെയ്യാണ്. ഇത് മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ ഒരു ലെവൽ വരയ്ക്കുക. ഇനി ഷോൾഡർ 13 ഇഞ്ച്. 13ൻ്റെ പകുതി 6.5 ഇഞ്ച് വരും. അതിൽ കൂടി ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടുക. അങ്ങനെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ 2 സൈഡിലും 7 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അവിടെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് റിഗാളിൻ്റെ ഇറക്കം 7.5 ഇഞ്ചാണ്. മുകളിൽ നിന്ന് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഈ മുകളിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് അടിയിലേക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, 3/4 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ഈ റിഗാളിൻ്റെ അവിടെ ഇങ്ങനെ ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ലൂസാണ്. ചെസ്റ്റിൻ്റെ ലൂസ് ഇനി ഏറ്റവും മുകളിൽ നിന്ന് ഒരു 13 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തു. ഓക്കെ, 13 ഇഞ്ചിൽ പിന്നെ ഒരു 20 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്തു. അതായത് അതിൻ്റെ ലൂസും സീറ്റിൻ്റെ ലൂസും കിട്ടാനുള്ള അളവാണത്. ഏറ്റവും മുകളിൽ നിന്ന് 13 ഇഞ്ചിലൊരു മാർക്കിങ്ങും 20 ഇഞ്ചിലൊരു മാർക്കിങ്ങും മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ചെസ്റ്റാണ് ഇനി മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് 18 ആണ്. അതിൻ്റെ ഹാഫ് 9.25. അതിവിടെ മാർക്ക് ചെയ്യുക, 9.25. ഇനി അതിൻ്റെ അടിഭാഗത്തുള്ള ലൂസ് 17 ആണ്. അതിൻ്റെ ഹാഫ് 8. അതിവിടെ മാർക്ക് ചെയ്തിട്ടോ. കറക്റ്റ് അളവിനെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി സീറ്റിൻ്റെ അവിടുത്തെ ലൂസാണ്. അത് 22 ആണ്. അതിൻ്റെ പകുതി 11 ഇഞ്ച്.
11 ഇഞ്ച് അതോടെ മാർക്ക് ചെയ്തു. ഈ ചോക്ക് കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ, സോറി കേട്ടോ, ക്ഷമിക്കണേ. ഇനി ഏറ്റവും അടിഭാഗം 32, അതിൻ്റെ ഹാഫ് 16, അത് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ക്ലിയർ ആക്കി തരേണ്ടത്. അതിൽ ചോക്ക് കുറച്ച് മാർക്കിങ് കമ്മിയാണ്, സോറി. ഇനി എല്ലാ ഭാഗത്തും 1 ഇഞ്ച് തുമ്പ് എക്സ്ട്രാ ഇട്ടാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തില്ലേ, എല്ലാ ഭാഗത്തും 1 ഇഞ്ച് എക്സ്ട്രാ അടിക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് എക്സ്ട്രാ ഇടുക. എന്നിട്ട് ഇതുപോലെ ആ എക്സ്ട്രാ ഇട്ട തുമ്പില്ലേ, ആ തുമ്പ് ആ മാർക്കിങ് കൂടെ ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക അടിവരെ. ഓക്കെ. ഇനി ഇതിൻ്റെ കഴുത്താണ്, കഴുത്ത് 6.5 അപ്പോൾ 3.25 മാർക്ക് ചെയ്യുക. അതേപോലെ 3.25 മാർക്ക് ചെയ്തു. ആ 3.25ക്ക് ആ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് ചെറിയൊരു ക്രോസ് വരയ്ക്കുക. ഓക്കെ. ഇനി ഇത് കട്ട് ചെയ്യാൻ പോകും കേട്ടോ. ഇതാ ഇതേപോലെ കറക്റ്റ് ആ മാർക്കിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കണേ. കറക്റ്റ് ആ മാർക്കിങ് കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ വെട്ടിട്ടെടുത്തു. ഇവിടെ നമ്മളെ കഴുത്തിൻ്റെ സെൻറ്റർ വരുന്നത്, ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ അളവ് ആ 3.25, ഇവിടെ ആ ലൂസ് വരുന്ന ഭാഗമാണ്, ഇത് ആ സീറ്റിൻ്റെ ലൂസ് വരുന്ന ഭാഗം. ഓക്കെ. അപ്പോൾ എങ്ങനെ വരും? ഇതിന് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ, ആ സൈഡ് ഓപ്പൺ അല്ല മാർക്ക് ചെയ്തത്, സീറ്റിൻ്റെ ലൂസാണ് മാർക്ക് ചെയ്തത്, സൈഡ് ഓപ്പൺ ഇതിനില്ല. ഇനി അടുത്ത കൈയാണ്, കൈ കട്ട് ചെയ്യാൻ അതേപോലെ തുണി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു, 2 കൈ ഒപ്പം കട്ട് ചെയ്യണം. അടിഭാഗത്ത് ഇതുപോലെ ലൈൻ വരച്ചു കറക്റ്റ് ആക്കിയിട്ട്. ഇനി കൈയിൻ്റെ ഇറക്കം, കൈയിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ്, അതിൽ 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 2 സൈഡിലും 18 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി കൈയിൻ്റെ ബോട്ടൽ ലൂസ് ഉണ്ട്, അവിടെ ഇങ്ങനെ ലൈൻ വരയ്ക്കുക കേട്ടോ, കറക്റ്റായിട്ട് ലൈൻ വരച്ചു. എന്നിട്ട് ബോട്ടൽ ലൂസ് കൈയിൻ്റെ അടിഭാഗത്ത് ലൂസ് 5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഈ സൈഡിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ, 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് 7 ഇഞ്ചാണ് നമ്മൾ റിഗാൾ വരുന്നത്, ആ 7 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തു. അവിടെയും 1 ഇഞ്ച് തുമ്പും എക്സ്ട്രാ മാർക്ക് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇവിടെ ഇതിന്ന് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇതുവരെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് കയ്യിൻ്റെ ഈ റിഗാളിൻ്റെ അവിടെ ഇതുപോലെ കയ്യിന് ഷേപ്പ് വരയ്ക്കുക, റിഗാളിൻ്റെ ആ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ. കറക്റ്റ് കട്ട് ചെയ്യുക. ഇത് ഈ കൈ ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കൈയും ഒപ്പം അതിൻ്റെ ലൂസും കറക്റ്റ് കിട്ടുന്നുണ്ടോ ആദ്യം ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്താൽ മതി. ഉള്ളതിനനുസരിച്ച് പല തുണിയും പല രൂപത്തിലാകും വരിക. അങ്ങനെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇത്ര നമ്മൾ കട്ടിങ് ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ്ങും പാടെ കട്ട് ചെയ്യുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിനും ബാക്കിനും ലൈനിങ് ഉണ്ട്, കയ്യിന് ലൈനിങ് ഇല്ല. അപ്പോൾ അതോടുകൂടി നമ്മൾ കട്ടിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇതിലെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ബന്ധപ്പെടാം. എൻ്റെ മെയിലിലോ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട്, അതിലും മെസ്സേജ് അയക്കുക, എന്തും ചെയ്യുക, എന്ത് ഞാൻ ക്ലിയർ ആക്കി തരണ്ടേ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.